Hello friends, Diploma in Electrical and Electronics Engineering തേർഡ് സെമസ്റ്ററിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന വിഷയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് മെഷർമെൻറ്റ്സ്. പ്രധാനമായിട്ടും ഈ മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്ലൂയിഡ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഫ്ലൂയിഡിൻ്റെ പ്രഷർ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അതിനുപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തെല്ലാമാണ്, സിമിലർലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, ഏതൊക്കെ രീതിയിലാണ് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ഉണ്ടായിരിക്കുക എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡായിട്ട് സിലബസിലേക്ക് പോവാം. വാട്ട് ഈസ് എ ഫ്ലൂയിഡ്? എന്താണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? Fluid is a substance that has the capacity to flow. A fluid is defined as a substance which deforms continuously when subjected to shear force. അതായത് ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു വസ്തു ഒഴുകുവാൻ കഴിവുള്ള വസ്തുക്കളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഫ്ലൂയിഡ്സ് എന്ന് പറയാം. സാധാരണഗതിയിൽ നമുക്കൊരു ചിന്താഗതി ഉണ്ട്, ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ലിക്വിഡ്സ് മാത്രമാണ്. പക്ഷേ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ഐദർ ലിക്വിഡ് ഓർ ഗ്യാസ്. അതൊരു ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ അതൊരു ഗ്യാസും ആവാം. നമ്മുടെ നോർമലായിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നുള്ള ഒരു ചെറിയ വ്യത്യാസമാണ്. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡും ആവാം, അല്ലെങ്കിൽ അതൊരു ഗ്യാസും ആവാം. ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാം, ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ ജനറലി പറയാറുള്ളത് ഗ്യാസസ് ആർ കംപ്രസബിൾ. ഒരു ക്ലോസ്ഡ് വെസലിനകത്ത് കുറച്ച് ഗ്യാസ് എടുത്ത് ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം, അതിനെ കംപ്രസ് ചെയ്ത് അതിൻ്റെ വോളിയം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ലിക്വിഡിൻ്റെ കേസിനകത്ത് ലിക്വിഡ്സ് ആർ ട്രീറ്റഡ് ആസ് ഇൻകംപ്രസബിൾ. തിയററ്റിക്കൽ കേസാണ് പറയുന്നത്. തിയററ്റിക്കൽ കേസിൽ ലിക്വിഡ്സ് ആർ ഇൻകംപ്രസബിൾ. ആ ഒരു കൺസെപ്റ്റ് ബേസ്ഡാണ് നമ്മൾ ഒരുപാട് തിയറംസും ഫോർമുലാസും എല്ലാം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇൻ പ്രാക്ടിക്കൽ കേസ് ലിക്വിഡ്സ് ആർ സ്ലൈറ്റ്ലി കംപ്രസിബിൾ. അതായത് ഒരു ക്ലോസ്ഡ് വെസലിനകത്ത് ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ലിക്വിഡിനെ ഒരു ചെറുതായിട്ട് നമുക്കൊന്ന് കംപ്രസ് ചെയ്യാൻ പ്രാക്ടിക്കലി പോസിബിൾ ആണെങ്കിൽ പോലും നമ്മൾ തിയററ്റിക്കലി ലിക്വിഡ്സ് ആർ ഇൻകംപ്രസിബിൾ എന്നാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ഇതുപോലെ ഫ്ലൂയിഡ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഫ്ലൂയിഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ നമുക്കിവിടെ ജസ്റ്റ് ഒരു ഔട്ടർ ലെയർ പോലെ മാത്രമേ നമുക്ക് സിലബസിലേക്ക് വരുന്നുള്ളൂ. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്? ഫ്ലൂയിഡ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ്? ഒന്നാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ് മാസ് ഡെൻസിറ്റി അഥവാ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ സ്പെസിഫിക് വെയ്റ്റ്, then specific volume, specific gravity, viscosity, compressibility, cohesion, adhesion, surface tension, capillarity, ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഫ്ലൂയിഡ്സിനുണ്ട്. ഇതൊക്കെ എന്താ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി മാസ് ഡെൻസിറ്റി ഓർ ഡെൻസിറ്റി ഓർ സ്പെസിഫിക് മാസ്. പല രീതിയിൽ നമ്മളിതിനെ പറയാറുണ്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് മാസ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിൽ എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട് എന്നതിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്നുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചില പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യാം. ഒരു കല്ലിന് ഡെൻസിറ്റി വളരെ കൂടുതലാണ്. കാരണം അതൊരു ചെറിയ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞ് നോക്കിയാൽ അതിനകത്തുള്ള മോളിക്യൂൾസ് എല്ലാം ക്ലോസ്ലി പാക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കല്ലിൻ്റെ അകത്ത് നമുക്ക് പറയാം അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പക്ഷേ ഒരു ലിക്വിഡിൻ്റെ കേസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഡെൻസിറ്റി അതിന് കുറവാണ്. കാരണം അതിൻ്റെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായതുകൊണ്ട് തന്നെ അങ്ങനെ സ്പ്രെഡ് ആയി നിൽക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്യാസിൻ്റെ കേസിനകത്ത് ഡെൻസിറ്റി വളരെ കുറവാണ്. കാരണം അതിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവായതുകൊണ്ട് നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ ഗ്യാസ് നിറയ്ക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു സ്പെസിഫിക് വോളിയത്തിനനുസരിച്ച് അതിൻ്റെ മാസിനകത്ത് മാറ്റം വരും. സോ സോളിഡ് പാർട്ടിക്കിൾസിന്
എപ്പോഴും ഹൈ ഡെൻസിറ്റി ആയിരിക്കും, ലിക്വിഡ്സ് ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി ആയിരിക്കും, ഗ്യാസസിന് ലോ ഡെൻസിറ്റി ആയിരിക്കും. നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്ന ടേം റോ എന്ന് പറയുന്ന റോമൻ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. സോ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ്. നമുക്കൊരു ഇക്വേഷനായിട്ട് എപ്പോഴും ഓർത്ത് വയ്ക്കാം, റോ ഈക്വൽ ടു എം ബൈ വി, മാസ് ബൈ വോളിയം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മൈൻഡിൽ വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ പിന്നെ ഇതിനകത്ത് പറയുന്ന നമുക്കൊരു നോർമലി ഒബ്ജക്റ്റിൻ്റെ മാസും അതുപോലെ തന്നെ വെയ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനകത്ത് അടങ്ങിയിട്ടുള്ള ടോട്ടൽ അതിൻ്റെ പിണ്ഡം, അതിനകത്ത് എത്ര മാറ്റർ അടങ്ങിയിട്ടുണ്ട്, അതാണ് മാസ് എന്ന് പറയുന്നത്. വെയ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ്. അതായത് മാസിൻ്റെ കൂടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സംഗതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെയ്റ്റ് എന്ന് പറയുന്നത്. സോ വെയ്റ്റ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി, എം ജി ആണ് നമ്മൾ നോർമലി വെയ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ നോർമൽ ഡെയിലി ലൈഫിനകത്ത് ഉപയോഗിക്കുന്ന കുറേ കമൻസുകളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മളിപ്പോൾ സ്പ്രിങ് ത്രാസൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ തൂക്കുന്നുണ്ടാവും. അപ്പോൾ സ്പ്രിങ് ത്രാസ് വെച്ചിട്ട് നമ്മൾ നോർമലി അതിൻ്റെ തൂക്കുന്നത് എന്താണ്, അതിൻ്റെ വെയ്റ്റാണ് തൂക്കുന്നത്, അല്ലാതെ മാസല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ. നോർമലി നമ്മൾ ഷോപ്പിലൊക്കെ പോയി തൂക്കുമ്പോൾ ഇലക്ട്രോണിക് ത്രാസുകളാണ് ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത്. അതിനകത്തൊക്കെ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ മാസിന് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടി അതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട് ഏതൊരു ഒബ്ജക്റ്റ് നമ്മൾ തൂക്കുന്ന സമയത്തും. സോ നമ്മൾ മാസും വെയ്റ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഓർത്ത് വയ്ക്കുക. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പിണ്ഡം, ക്വാണ്ടിറ്റിയാണ്. വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഇൻറ്റു അതിനകത്ത് ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന സംഗതി. രണ്ടാമത്തെ ഒന്നാണ് സ്പെസിഫിക് വെയ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. സിമിലർലി വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പോൾ വെയ്റ്റ് ബൈ വോളിയം. ആ ഒരു ടേമിൽ നമുക്ക് എപ്പോഴും മനസ്സിനകത്ത് ഓർത്ത് വയ്ക്കാം. സ്പെസിഫിക് വെയ്റ്റ് ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ഇറ്റ്സ് വെയ്റ്റ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, സോ ഡബ്ല്യു എന്ന് പറയുക ഈക്വൽ ടു സ്മോൾ ഡബ്ല്യു ആണ്. സ്മോൾ ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു ബൈ വി. അപ്പോൾ നമുക്ക് ഈ റിലേഷൻഷിപ്പ് നമുക്ക് മുമ്പത്തെ ഒരു റിലേഷൻഷിപ്പ് ഓർത്ത് വയ്ക്കാം. ഡബ്ല്യു എന്ന് പറയുന്നത് എന്താ, വെയ്റ്റ് ഈക്വൽ ടു എം ജി ആണ്. അപ്പോൾ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഡബ്ല്യുവിന് പകരം എം ജി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, നമുക്ക് എം ജി ഡിവൈഡ് ബൈ വി എന്ന് എഴുതാം. സോ എം ബൈ വി എന്ന് പറയുന്നത് നോർമലി നമ്മൾ ആൾറെഡി പറഞ്ഞു ഡെൻസിറ്റി ആണ്. ദെൻ അതിൻ്റെ കൂടെ ഒരു ജി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ സ്പെസിഫിക് വെയ്റ്റ്. നമുക്ക് ഇക്വേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് റീറൈറ്റ് ചെയ്ത് വെക്കാം. മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ഗ്രാവിറ്റി ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ്. മാസ് ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. സോ അതിന് നമുക്ക് റോ എന്ന് എഴുതാം. സോ സ്പെസിഫിക് വെയ്റ്റ് ഈക്വൽ ടു റോ ഇൻറ്റു ജി. ഓക്കെ, ദെൻ നമ്മൾ നോർമലി ഡബ്ല്യു വെയ്റ്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻ കിലോ ന്യൂട്ടൻ്റെ കേസിൽ പറയും, വോളിയം ഓഫ് ഫ്ലൂയിഡ് ഇൻ മീറ്റർ ക്യൂബ്. സോ സ്പെസിഫിക് വെയ്റ്റ് ഓഫ് വാട്ടറിൻ്റെ സ്പെസിഫിക് വെയ്റ്റ് എന്ന് പറയുന്നത് 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. 9,810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ് വാട്ടറിൻ്റെ സ്പെസിഫിക് വെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ഇറ്റ്സ് വോളിയം പെർ യൂണിറ്റ് മാസ്. നമ്മൾ മാസ് ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലിനെയാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുക. സോ സ്പെസിഫിക് വോളിയം ഈക്വൽ ടു വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഫ്ലൂയിഡ് വിച്ച് ഈസ് ഈക്വൽ ടു 1/ρ. യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ഇതാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ദെൻ അടുത്തതായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ നോർമലി ഒരു കമ്പാരിസൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസും അതുപോലെ തന്നെ മറ്റൊരു സബ്സ്റ്റൻസുമായിട്ട് കമ്പാരിസണാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. നോർമലി ലിക്വിഡ്സിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടറാണ്. ഗ്യാസിൻ്റെ കേസിനകത്ത് സ്റ്റാൻഡേർഡ് ഗ്യാസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എയറാണ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ടു ദ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് വിച്ച് ഈസ് ടേക്കൺ ആസ് സ്റ്റാൻഡേർഡ്. ഏത് ലിക്വിഡാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എടുക്കുന്നത് അതിൻ്റെ ഡെൻസിറ്റിയും നമ്മൾ മെഷർമെൻറ്റ് നടത്താൻ പോകുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റി തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ഓയിൽ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. കാരണം വാട്ടറാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ലിക്വിഡ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഗ്യാസിൻ്റെ കേസ്, ഒരു നൈട്രജൻ ഗ്യാസിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് നൈട്രജൻ ഡിവൈഡ് ബൈ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് എയർ. കാരണം എയർ ആണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഗ്യാസായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ഫ്ലൂയിഡിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താനുള്ള പ്രോപ്പർട്ടീനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുക. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു മൂവ്മെൻറ്റ് ഓർ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഓഫ് വൺ ലെയർ ഓഫ് ഫ്ലൂയിഡ് ഓവർ അനദർ അഡ്ജസ്റ്റൻറ്റ് ലെയർ ഓഫ് ദ ഫ്ലൂയിഡ്. നോർമലി ഫ്ലൂയിഡ്സ് ലെയർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെയറിൻ്റെ മുകളിലൂടെ മറ്റൊരു ലെയർ ഇങ്ങനെ ഒഴുകി പോകുന്നതിനെ തടയാനുള്ള ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തേൻ, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കൂടിയ ലിക്വിഡാണ് തേൻ എന്ന് പറയുന്നത്. അപ്പോൾ തേനൊക്കെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒഴുകി പോകാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. സോ അതിന് വിസ്കോസിറ്റി കൂടുതലാണ്. സിമിലർലി നല്ല തിക്കായിട്ടുള്ള ഓയിലിനൊക്കെ വിസ്കോസിറ്റി കൂടുതലാണ്. വാട്ടറിൻ്റെ കേസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് വിസ്കോസിറ്റി കുറവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വെള്ളമൊക്കെ നിലത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഒഴുകി പോകാനുള്ള കാരണം. സോ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി നമ്മൾ മ്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ടേമാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡൈനാമിക് വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഡൈനാമിക് വിസ്കോസിറ്റി നോർമൽ വിസ്കോസിറ്റി, അതും ആ ഒരു ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക, കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയാം. അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി ഈക്വൽ ടു ഡൈനാമാറ്റിക് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി, മ്യൂ ബൈ റോ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ദെൻ അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് കംപ്രസിബിലിറ്റി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, കംപ്രസിബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഗ്യാസിൻ്റെ കേസിനകത്ത് ഗ്യാസസ് ആർ കംപ്രസിബിൾ ബട്ട് ലിക്വിഡ്സ് ആർ സ്ലൈറ്റ്ലി കംപ്രസിബിൾ. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഒരു കംപ്രസിബിലിറ്റി എന്ന് പറയുന്ന ടേം? കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റിനെ എത്രത്തോളം അതിൻ്റെ വോളിയത്തിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും, ആ വോളിയം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് പറയുക. Compressibility of a fluid is defined as its ability to change its volume under pressure or is the reciprocal of bulk modulus. കംപ്രസിബിലിറ്റിയുടെ റെസിപ്രോക്കലിനെ നമ്മൾ ബൾക്ക് മോഡുലസ് എന്നാണ് പറയുക. കെ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിലേറ്റീവ് ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് എ ബോഡി പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് കംപ്രസീവ് or tensile stress acting uniformly over its surface. ഓക്കെ, അതിനെയാണ് നമ്മൾ നോർമലി ബൾക്ക് മോഡുലസ് എന്ന് പറയുക. ഓക്കെ, കംപ്രസിബിലിറ്റി എന്ന് പറയുന്ന ടേം തന്നെ നമ്മൾ നല്ല രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ദെൻ മറ്റൊരു ലിക്വിഡിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് അദസീവ്നെസ് ആൻഡ് കൊഹസീവ്നെസ്. ഓക്കെ, അപ്പോൾ
അപ്പോൾ ആ ടേംസ് നമുക്ക് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ വരാറുള്ള ഒരു ടേമാണ്. അധസീവ്നെസ് എന്താണ്, അതുപോലെ തന്നെ കോഹസീവ്നെസ് എന്താണെന്നുള്ളത്. സോ ദ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ഡ്യൂ ടു വിച്ച് മോളിക്യൂൾസ് ഓഫ് സെയിം കൈൻഡ്സ് ആർ അട്രാക്റ്റഡ് ടു ഈച്ച് അതർ ഈസ് നോൺ ആസ് കൊഹിഷൻ, അല്ലെങ്കിൽ കൊഹിസീവ് ഫോഴ്സ് മൂലമാണ് ഈ മോളിക്യൂൾസ് തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നത്. ഒരേ തരത്തിലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ എന്താ പറയുക, കൊഹിഷൻ എന്ന് പറയാം. ദെൻ അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അഡിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അനദർ മോളിക്യൂൾസ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അഡിഷൻ എന്ന് പറയുന്നത് അനദറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ഡ്യൂ ടു വിച്ച് മോളിക്യൂൾസ് ആർ അട്രാക്റ്റഡ് ബൈ ദ മോളിക്യൂൾസ് ഓഫ് അതർ ലിക്വിഡ് ഓർ ബൈ ദ മോളിക്യൂൾസ് ഓഫ് സോളിഡ്സ് ഈസ് നോൺ ആസ് അഡിഷൻ. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് അനദർ മോളിക്യൂൾസുമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ എന്താ പറയുക, അഡിഷൻ എന്ന് പറയുക. സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ കൊഹിഷൻ എന്നും പറയും. മറ്റൊരു പ്രോപ്പർട്ടിയാണ് സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഈ സർഫേസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡിൻ്റെ സർഫസിൽ ഉണ്ടാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the tensile force acting on the surface of a liquid in contact with a gas or on the surface between two immersible liquids. Immersible liquids are those which won't mix into give a single phase. For example, oil and water. ഇതൊക്കെ ഒരു ഇമേഴ്സിബിൾ ലിക്വിഡ്സിന് എക്സാമ്പിളാണ്. Such that the contact surface behaves as if it is a membrane under tension. അതായത് ജസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാത്രത്തിനകത്ത് നമ്മളൊരു ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർഫേസിനകത്ത് ഒരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ആ പാത്രത്തിനകത്ത് ലിക്വിഡിൻ്റെ ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്തേക്ക് എടുത്തു നോക്കുക. ഇപ്പോൾ ഈ ഒരു ലിക്വിഡിൻ്റെ കേസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ ഒരു സെൻട്രൽ പോർഷൻ എടുത്ത് നോക്കുക. ഇവിടുത്തെ ഈ സെൻട്രൽ പോർഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും, മോളിക്യൂൾസിന് അപ്വേർഡായിട്ടും ഡൗൺവേർഡായിട്ടും എല്ലാം ഒരു മോഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ മോഷനെ നമ്മൾ നോർമലി എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക? ഇപ്പോൾ ഈ ഒരു ലിക്വിഡിൻ്റെ കേസിനകത്ത് ഇതിനെ അപ്വേർഡായിട്ട് ഡൗൺവേർഡായിട്ട് സൈഡിലേക്കൊക്കെ എന്തുണ്ടായിരിക്കും, മോളിക്യൂൾസ് പിടിച്ച് വലിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ സർഫേസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ഈ അപ്വേർഡ് മോഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. മോളിക്യൂൾസിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എല്ലാ സൈഡിലേക്കുമായിരിക്കും പിടിച്ചു വലിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ സൈഡിലേക്കും അടിഭാഗത്തേക്കും മാത്രമേ എന്തുണ്ടാവുള്ളൂ, സർഫസിനകത്തുള്ള ലിക്വിഡ് മോളിക്യൂൾസിനെ പിടിച്ചു വലിക്കുന്നുണ്ടാവുള്ളൂ. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ ലിക്വിഡിൻ്റെ കേസിൽ ഈ സർഫേസ് ടെൻഷനും അതുപോലെ തന്നെ അതിനകത്തുള്ള അധിസൈവ് ഫോഴ്സും കോഹസീവ് ഫോഴ്സും മൂലം ഉണ്ടാവുന്ന ഓരോ ഇമേജസ് കാണും. ഇപ്പോൾ ലിക്വിഡ് പാർട്ടിക്കിൾസ് കണ്ടോ, നമ്മളൊരു സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ മോളിക്യൂൾസിൻ്റെ അടുത്ത് ഇൻ്റർമോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നുള്ളത്, ഇതിനകത്ത് ഈ ഒരു സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ മെർക്കുറിയുടെ കേസ്, മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ലിക്വിഡ് സോളിഡാണ്. ലിക്വിഡ് സ്റ്റേജിലുള്ള ഒരു സോളിഡ് പാർട്ടിക്കിളാണ് മെർക്കുറി എന്ന് പറയുന്നത്. നിങ്ങൾ ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, മെർക്കുറി മാനോമീറ്റേഴ്സാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഒരു ലിക്വിഡാണ് മെർക്കുറി എന്ന് പറയുന്നത്. മെർക്കുറി പാർട്ടിക്കിൾസ് നമ്മൾ നിലത്തേക്ക് വീണ് കഴിഞ്ഞാൽ അതൊക്കെ ഒരു സ്ഫെറിക്കൽ ബോൾ പോലെയായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതായത് ലിക്വിഡ് പോലെ ഇങ്ങനെ ഒഴുകി പോവുകയല്ല ചെയ്യുക, ഒരു സ്ഫെറിക്കൽ ബോൾ പോലെ ആയിട്ട് നിൽക്കും. കാരണം മെർക്കുറിക്ക് വളരെയധികം കോഹസീവ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഈ കാപ്പിലാരിറ്റി എന്ന പ്രോപ്പർട്ടിയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതും അത് തന്നെയാണ്. കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫിനോമിന ഓഫ് റൈസ് ഓർ ഫാൾ ഓഫ് ലിക്വിഡ്. അതെങ്കിൽ ഒന്നെങ്കിൽ റൈസ് ആവാം, അല്ലെങ്കിൽ ഫാൾ ആവും, ഉയർച്ചയാവാം അല്ലെങ്കിൽ താഴ്ചയാവാം. റൈസ് ഓർ ഫാൾ ഓഫ് എ ലിക്വിഡ് സർഫേസ് ഇൻ എ സ്മാൾ ട്യൂബ് റിലേറ്റീവ് ടു adjacent general level of liquid when the tube is held vertically in the liquid.
അതൊരു ഒരു വെസലിനകത്ത് സ്മോൾ ഡയമീറ്ററുള്ള ഒരു ട്യൂബ് നമ്മൾ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ലിക്വിഡ് എന്ത് ചെയ്യും, മുകളിലേക്ക് ഉയർന്നു വരികയോ അല്ലെങ്കിൽ താഴ്ന്നു വരികയോ ചെയ്യും. ആ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മളെന്ത് പറയുക, കാപ്പിലാരിറ്റി എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാപ്പിലറി റൈസ് ഉണ്ടാവാം, കാപ്പിലറി ഫോളിങ് ഉണ്ടാവാം. capillary rise or capillary fall, the value is depend upon the specific weight of the liquid, diameter of the tube and surface tension of the liquid. ഈ 3 പാരാമീറ്റേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഏതൊക്കെ പാരാമീറ്റേഴ്സാണ്? സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ്, ഡയമീറ്റർ ഓഫ് ദ ട്യൂബ് ആൻഡ് ആൾസോ ദ സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ്. ഈ 3 പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു സ്മോൾ ഗ്ലാസ് ട്യൂബിലൂടെ ഉണ്ടാവുന്ന കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കാപ്പിലറി ഫോൾ. ഈ കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കാപ്പിലാരിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് നമ്മൾ മരങ്ങളുടെ കേസിനകത്ത് സംഭവിക്കുന്നത്. ഇപ്പം മരം അല്ലെങ്കിൽ എല്ലാ പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വേര് വഴിയാണ് വെള്ളം വലിച്ചെടുക്കുന്നത്. ആ വലിച്ചെടുക്കുന്ന വെള്ളം അതിൻ്റെ തണ്ട് വഴി പോയി എല്ലാ ഇലകളിലേക്കും ശിഖരങ്ങളിലേക്കും എല്ലാം എത്തണം. അങ്ങനെ എത്തുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവിടെ നടക്കുന്ന ഫിനോമിന എന്താണ്? കാപ്പിലറി റൈസാണ്. അത് പ്രത്യേകിച്ച് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില മരങ്ങളൊക്കെ മുറിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ പപ്പായയുടെ മരം അല്ലെങ്കിൽ നമ്മൾ പൊടുണ്ണി എന്ന് പറയുന്ന മരം, ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ മാവ്, തെങ്ങ് ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ അതിന് കൂടെ ഒരു ലിക്വിഡ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കാണാൻ പറ്റും. കുറച്ച് സമയം കഴിയുമ്പോൾ മുറിക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കും, അത് കഴിയുമ്പോൾ അതിൽ കൂടെ ഇങ്ങനെ ഒരു ലിക്വിഡ് വരുന്നുണ്ടാവും. അത് കാരണം എന്താണ്? ആ സ്റ്റെമ്മിനകത്ത് വലിച്ചെടുത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ലിക്വിഡ് പാർട്ടിക്കിൾ അതങ്ങനെ കാപ്പിലറി റൈസ് വഴി ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരുന്ന ഓരോ ഭാഗങ്ങളിലേക്കും പോകുന്നത്. നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന വിളക്കുകൾ, മണ്ണെണ്ണ വിളക്കുകൾ, നമ്മളാലേക്കും ഒരു ചെറിയ തുണിക്കഷ്ണം ഇട്ടിട്ടാണ് ഈ മണ്ണെണ്ണയിൽ മുക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വിളക്ക് മണിക്കൂറുകളോളം കത്തി നിൽക്കുന്നത്. നോർമലി ഒരു തുണി കത്തിച്ച് വെച്ചെന്ന് സംഭവിക്കുക, ആ തുണി കത്തി ആഷായി അങ്ങ് പോകും. പക്ഷേ ഇവിടെ മണ്ണെണ്ണ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ തുണിയുടെ അടിഭാഗത്ത് നിന്ന് മണ്ണെണ്ണ കാപ്പിലറി റൈസ് മൂലം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു വന്നിട്ടാണ് എന്ത് ചെയ്യുക, നനവ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ തലപ്പത്ത് ഇത് ബേൺ ചെയ്യുന്ന എന്താണ്, തുണി സ്റ്റാർട്ടിങ്ങിൽ ഒരു ബേണിങ്ങേ ഉള്ളൂ, ബാക്കി കത്തുന്നൊക്കെ എന്താണ്, ഈ മണ്ണെണ്ണ അല്ലെങ്കിൽ അതിനകത്തുള്ള എണ്ണയോ ആണ് എന്ത് ഈ കത്തിപ്പോകുന്നത്, നമുക്ക് വെളിച്ചം കിട്ടുന്നത്. ഓക്കെ, ആ ഒരു ഫിനോമിനയാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ പാർട്ടിക്കിൾസ്, കെറോസിൻ, പെട്രോൾ, ഡീസൽ, ഇതിനൊക്കെ കാപ്പിലറി റൈസ് ആണ്. കാരണം അത്തരം ലിക്വിഡിനകത്ത് ഏത് ടൈപ്പ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക? അധസീവ് ഫോഴ്സ് ആണോ കോസീവ് ഫോഴ്സ് ആണോ? അധസീവ് ഫോഴ്സ് ആണ് കൂടുതലുള്ളത്. കാരണം അതർ മോളിക്യൂൾസുമായിട്ട് അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് അത് മുകളിലേക്ക് വരുന്നത്. കാരണം എന്താണ്, നമ്മളെ ഈ മണ്ണെണ്ണ വെച്ചിരിക്കുന്ന വിളക്ക് അതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് മണ്ണെണ്ണയായിരിക്കും. പക്ഷേ ഈ മണ്ണെണ്ണ മുകളിലേക്ക് വരുന്നത് എന്താണ്, ഈ ഒരു കോട്ടൺ അല്ലെങ്കിൽ ആ തുണിയിലൂടെയാണ് ഇത് മുകളിലേക്ക് റൈസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ മണ്ണെണ്ണയും തുണിയും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് മുകളിലേക്ക് പൊന്തി വരുന്നത്. നേരെ മറിച്ച് ഇതിന് കൊഹീസീവ് ഫോഴ്സാണ് കൂടുതൽ. എന്ത് ചെയ്യും, വാട്ടർ അതിനകത്തുള്ള ലിക്വിഡ് തമ്മിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ. അത് വേറെ മോളിക്യൂൾസിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണില്ല. അതുകൊണ്ടാണ് അതിനകത്ത് കാപ്പിലറി റൈസ് ഉണ്ടാകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് ഫിഗറിനകത്ത് 2 പാരാമീറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് വാട്ടറിൻ്റെ കേസും ഒന്ന് മെർക്കുറിയുടെ കേസും. വാട്ടർ നമ്മൾ ട്യൂബിനകത്ത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അധസീവ് ഫോഴ്സ് ആയിരിക്കും കൂടുതലുണ്ടായിരിക്കുക. വാട്ടറിൻ്റെ കേസിനകത്ത് അധസീവ് ഫോഴ്സ് തന്നെയായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. അതായത് അതർ മോളിക്യൂൾസുമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി വാട്ടറിന് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂബിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ലോവർ മെനിസ്കസ്, അതായത് വെള്ളം താഴെ ഭാഗത്തേക്ക് ഒരു കർവ് പോലെയായിട്ടാണ് നിൽക്കുന്നത്. താഴെ ഭാഗത്തേക്ക് കർവ് ആകാൻ കാരണം എന്താണ്, ഈ സൈഡിൽ വാട്ടറിൻ്റെ ഈ വാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഫിഗറിനകത്ത് കറക്റ്റായിട്ട് കാണുന്നുണ്ട് ഈ മെർക്കുറിയുടെ കേസും വാട്ടറിൻ്റെ കേസും, കാപ്പിലറി റൈസ്, കാപ്പിലറി ഫോൾ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്യൂബിൻ്റെ സർഫേസിനകത്തേക്ക് കണ്ടോ, ഇവിടെ ഇങ്ങനെ മുകൾ ഭാഗം ട്യൂബുമായിട്ട് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, താഴെ ഭാഗത്തേക്കാണ് കർവ് വരുന്നത്. അപ്പോൾ അതിനുള്ള റീസൺ എന്താണ്, വാട്ടറിൻ്റെ കേസിനകത്ത് ഞാൻ പറഞ്ഞു അധസീവ് ഫോഴ്സ്, അതർ മോളിക്യൂൾസുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് വാട്ടർ എന്ത് ചെയ്യും, ഗ്ലാസ് ട്യൂബിനുമായിട്ട് ഒട്ടിക്കിടക്കാനുള്ള പ്രോപ്പർട്ടി കാണിക്കും.
അപ്പോൾ ഗ്ലാസ് ട്യൂബിൻ്റെ അടുത്തുള്ള ലിക്വിഡ് പാർട്ടിക്കിളൊക്കെ എന്ത് ചെയ്യും, ഗ്ലാസ് ട്യൂബിൻ്റെ ഭാഗത്തേക്ക് മുട്ടി നിൽക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നതുകൊണ്ട് ഒരു ലോവർ മെഡിസ്കസ് പോലെയാണ് നമുക്ക് അതിൻ്റെ ഷേപ്പ്. ലോവർ മെഡിസ്കസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു കർവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലോവർ മെഡിസ്കസ് മെത്തേഡ് എന്ന് പറയുക. അപ്പോൾ ഈ അടിഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ലൈനാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ലോവർ മെഡിസ്കസ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് മെർക്കുറി നോക്കൂ, മെർക്കുറിയുടെ കേസിനകത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്, ഒരു കർവ്. മെർക്കുറിയുടെ കേസിനകത്തുള്ള കർവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കർവാണ്. HG എന്ന് പറയുന്നത് മെർക്കുറിയാണ്. അതിനകത്ത് നടത്തുന്നതാണ് കാപ്പിലറി ഫാളാണ്. കാരണം മെർക്കുറിയുടെ കേസിനകത്ത് കൊഹസീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്. മെർക്കുറി സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് മെർക്കുറിക്കകത്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് മെർക്കുറിയുടെ കേസിനകത്ത് നമുക്ക് ഒരു അപ്പർ മെരിസ്കസ് ആണ് നമ്മളെപ്പോഴും കൺസിഡർ, മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ കൂർത്ത് നിൽക്കും റാ പോലെ. സോ മെർക്കുറി അങ്ങനെ നിൽക്കാനുള്ള കാരണം മെർക്കുറിയുടെ കേസിനകത്ത് മെർക്കുറിയിൽ കൊഹസീവ് ഫോഴ്സ് സെയിം കൈൻഡ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്. അതാണ് കാപ്പിലറി റൈസും കാപ്പിലറി ഫാളും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അത് തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞാൽ ഇൻ വാട്ടർ കോയിഷൻ ബിറ്റ്വീൻ ദ ലിക്വിഡ് പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ അഡിഷൻ വിത്ത് ദ ഗ്ലാസ് ട്യൂബ്. ഗ്ലാസ് ട്യൂബുമായിട്ടുള്ള അഡ്സീവ് ഫോഴ്സ് ആണ് കൂടുതലുള്ളത്. ഇൻ മെർക്കുറി കോഹസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആർ ഗ്രേറ്റർ ദാൻ അഡ്സീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മെർക്കുറി ആൻഡ് ഗ്ലാസ്. മെർക്കുറിയും ഗ്ലാസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനേക്കാൾ കൂടുതൽ മെർക്കുറി മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ കാപ്പിലറി ഫാള് സംഭവിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മളെ പ്രധാനപ്പെട്ട ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം, ഒന്ന് രണ്ട് പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടൊരു പ്രോബ്ലമാണ്. നമ്മൾ ഉപയോഗിച്ച ഓരോ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. ക്വസ്റ്റ്യൻ പറയുന്നത് 2 ലിറ്റർ ഓഫ് പെട്രോൾ വെയ്റ്റ്സ് 14 ന്യൂട്ടൺ. 14 ന്യൂട്ടൺ വെയ്റ്റ് ഉള്ള പെട്രോൾ, 2 ലിറ്റർ പെട്രോളിൻ്റെ വെയിറ്റാണ് പറഞ്ഞത്, 14 ന്യൂട്ടൺ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് വെയ്റ്റ്, മാസ് ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ. പെട്രോളിൻ്റെ സ്പെസിഫിക് വെയ്റ്റ്, മാസ് ഡെൻസിറ്റി, അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നിവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നോക്കുക, തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, ഗിവൺ ഡാറ്റാസ് ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. വോളിയം ഓഫ് പെട്രോൾ എത്രയാണ്, ഇവിടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് 2 ലിറ്റേഴ്സ്. കണ്ടോ, നമ്മൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് വോളിയം ഓഫ് പെട്രോൾ ഈക്വൽ ടു 2 ലിറ്റേഴ്സ്. ആ 2 ലിറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ആ 2 ലിറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക, നേരെ അതിൻ്റെ കറസ്പോണ്ടിങ് വോളിയം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 1 ലിറ്റർ ഈക്വൽ ടു 10⁻³ മീറ്റർ ക്യൂബാണ്. അപ്പോൾ അവിടെ 2 ലിറ്ററിനെ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. ഓക്കെ, അതാണ് ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1 ലിറ്ററിൻ്റെ ഒരു ചെറിയ ബോട്ട്, മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ആലോചിച്ച് നോക്കുക. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഉയരം, അത്രയും വലുപ്പത്തിലുള്ള ഒരു ക്യൂബാണ്. ഓക്കെ, അപ്പോൾ ആ 1 മീറ്റർ നീളം, 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരമുള്ള ക്യൂബിനകത്തേക്ക് ആ ഒരു ക്യൂബും 1 ലിറ്ററിൻ്റെ കുപ്പിയും തമ്മിലുള്ള കമ്പാരിസൺ നോക്കിയാൽ മതി. അപ്പോൾ ഏതാണ് വലുത്, മീറ്റർ ക്യൂബാണ് വലുത്, ലിറ്റർ എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പോൾ ലിറ്ററിനെ മീറ്റർ ക്യൂബാക്കി മാറ്റണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ആണ്. 1000 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാം. 2 ലിറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. വെയ്റ്റ് ഓഫ് പെട്രോൾ ഈക്വൽ ടു W ഈക്വൽ ടു 14 ന്യൂട്ടൺ, 14 ന്യൂട്ടൺ. ദെൻ സ്പെസിഫിക് വെയ്റ്റ് W ഈക്വൽ ടു എന്തുവാണ്, നമ്മൾ ആദ്യം കാണുന്ന ടേമാണ് സ്പെസിഫിക് വെയ്റ്റ്. കാണാൻ എന്തുണ്ട്, വെയ്റ്റ് ബൈ വോളിയം, W ബൈ V ആണ് എന്ത്, സ്പെസിഫിക് വെയ്റ്റ്.
ഡബ്ല്യു നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 14 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ വോളിയം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 × 10⁻³ സോ 14 ഡിവൈഡഡ് ബൈ 2 × 10⁻³ ഈക്വൽ ടു 7000 Nm/m³. ഓക്കെ, യൂണിറ്റ് നിർബന്ധമായിട്ടും എഴുതി വെക്കണം. അപ്പോൾ സ്പെസിഫിക് വെയ്റ്റ് ഓഫ് ഗിവൺ പെട്രോൾ ഈക്വൽ ടു 7000 Nm/m³. രണ്ടാമത്തെ മാസ് ഡെൻസിറ്റി റോ ഈക്വൽ ടു അതിനെ നമുക്ക് കണ്ടുപിടിക്കാം സ്പെസിഫിക് വെയ്റ്റ് ഡിവൈഡ് ബൈ ജി. ഓക്കെ, നമ്മൾ സ്പെസിഫിക് വെയ്റ്റ് ഡിവൈഡ് ബൈ ജി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സ്പെസിഫിക് വെയ്റ്റ് നമ്മൾ ആൾറെഡി കണ്ടെത്തി 7000 ഡിവൈഡ് ബൈ 9.81 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് മാസ് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. 713.56 kg/m³. ഓക്കെ, മാസ് ഡെൻസിറ്റി ആയി. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻഷിപ്പാണ്. തന്നിരിക്കുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി. തന്നിരിക്കുന്ന ലിക്വിഡ് ഇവിടെ പെട്രോളാണ്. പെട്രോളിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 713.56 നമുക്ക് കിട്ടി. ഡിവൈഡ് ബൈ വാട്ടറിൻ്റെ ഡെൻസിറ്റി. ഞാൻ ആദ്യമേ പറഞ്ഞു വാട്ടറിൻ്റെ ഡെൻസിറ്റി നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 kg/m³ ആണ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഗിവൺ ലിക്വിഡ് ഈക്വൽ ടു 713.56 ഡിവൈഡ് ബൈ 1000 വിച്ച് ഈസ് ഈക്വൽ ടു ചെറിയ മിസ്റ്റേക്ക് 0.713 ആണ്. 723 അല്ല 713 ആണ് വരിക. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് എ യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി. കാരണം മുകൾ ഭാഗത്തും ഡെൻസിറ്റിയാണ്, താഴെ ഭാഗത്തും ഡെൻസിറ്റിയാണ്. അതുകൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്ന ടേമിന് എന്തില്ല? ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇത് കുറച്ച് സാമ്പിൾ പ്രോബ്ലംസ് ആണ്. സെയിം മെത്തേഡിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ പ്രോബ്ലത്തിൽ വന്ന് കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് വെയ്റ്റ്, സ്പെസിഫിക് മാസ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് ഹാവിങ് വോളിയം 4 cubic meter അല്ലെങ്കിൽ 4 m³ ആൻഡ് വെയ്റ്റ് 30 kN. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വോളിയം നമുക്ക് m³ തന്നിട്ടുണ്ട്, വെയ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് kN-ലാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 30 × 10⁻³ ന്യൂട്ടൺ. അടുത്ത പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ ഇഫ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1 liter ഓഫ് എ ലിക്വിഡ് ഈസ് 0.8 കാൽക്കുലേറ്റ് മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് വെയ്റ്റ് ആൻഡ് വെയ്റ്റ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമിലർലി നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഡിറ്റർമിൻ ദ മാസ് ഡെൻസിറ്റി ഓഫ് ആൻ ഓയിൽ ഈസ് 1 ton ഓഫ് ഓയിൽ ഓക്യുപ്പൈസ് വോളിയം ഓഫ് 4 m³ ആൻഡ് ആൾസോ ഫൈൻഡ് ദ സ്പെസിഫിക് വെയ്റ്റ് ഓഫ് ദ ഓയിൽ. അപ്പോൾ 10നെ 3 ton ആകുമ്പോൾ 3 × 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാസ് ഡെൻസിറ്റി കൺവേർട്ട് ചെയ്യാൻ അതിൻ്റെ വെയിറ്റേജ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദെൻ കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് വെയ്റ്റ്, സ്പെസിഫിക് മാസ്, സ്പെസിഫിക് വോളിയം ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലിക്വിഡ് ഹാവിങ് വോളിയം ഓഫ് 6 m³ ആൻഡ് വെയ്റ്റ് 44 kN. kN-നെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. × 10⁻³ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്.